ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ കൺസീൽഡ് ഫ്ലഷ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ക്ലോസറ്റ് കാര്യങ്ങൾ വെക്കാറുണ്ട്. അപ്പോൾ ക്ലോസറ്റിൻ്റെ 4 ഇഞ്ച് പൈപ്പ് വാൾ ഹാങ്, അതായത് ഭിത്തിയിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഭിത്തിയിൽ ഉറപ്പിക്കുന്ന വാൾ ഹാങ്ങിന് ഉറപ്പിക്കുന്നതിന് 1.25 ഇഞ്ച് പൈപ്പ് ഔട്ട് വരാറുണ്ട്, ഫ്ലഷിന് വേണ്ടിയിട്ട് ഔട്ടും വരാറുണ്ട്. അതല്ലെങ്കിൽ പുഷ് ബട്ടൺ ടൈപ്പ് നമ്മൾ ക്ലോസറ്റ് വയ്ക്കുന്ന സമയത്താണെങ്കിലും വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ പലപ്പോഴും തെറ്റി പോകാറുണ്ട്. കാരണം 4 ഇഞ്ച് പൈപ്പും അതിൻ്റെ വരുന്ന 1.25 ഇഞ്ച് ഫ്ലഷിൽ നിന്ന് പൈപ്പും തമ്മിൽ കറക്റ്റ് മെഷർമെൻറ്റ് അല്ല, നേരെയല്ല സ്ക്രൂ ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് മെഷർമെൻറ്റിൽ വരുന്ന ഒരു അച്ചാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ ഓൾറെഡി തന്നെ ഇതുപോലെ തന്നെ കറക്റ്റ് മെഷർമെൻറ്റിൽ ആദ്യമേ തന്നെ ഒരു അച്ച് സെറ്റ് ചെയ്തു. അതിനുശേഷം 4 ഇഞ്ച് ഔട്ട് നമ്മൾ പുറത്തേക്ക് 1.25 ഇഞ്ച് ഔട്ടാണ് നമുക്ക് സാധാരണ നോർമൽ ലെവലിൽ എല്ലാ ഫ്ലഷുകൾക്കും വരാറുള്ളത്. ഇവിടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പുഷ് ബട്ടണാണ്. പുഷ് ബട്ടൺ ആയതുകൊണ്ട് മുകളിൽ നിന്ന് നേരെ 1.5 ഇഞ്ച് വരുന്നു, അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് പുഷ് ബട്ടണിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് അത് ടാങ്കിൽ നിന്ന് 1.5 ഇഞ്ച് വന്നതിന് ശേഷം പൈപ്പ് വെള്ളം വന്നതിന് ശേഷം പുഷ് ബട്ടണിൽ നിന്ന് 1.25 ഇഞ്ച് പൈപ്പായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ക്ലോസറ്റിലേക്ക് വരുന്ന ഈ ഏരിയ 4 ഇഞ്ചും അത് വരുന്നത് മുകളിൽ വരുന്നത് 1.25 ഇഞ്ച് പൈപ്പാണ്. ഇതാണ് നമ്മുടെ ക്ലോസറ്റിൻ്റെ ബാക്കിൽ വരുന്നത്. ഇത് കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം. പിന്നെ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന ഏരിയയും കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കാൻ പറഞ്ഞു പുഷ് ബട്ടൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അച്ച് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന അച്ച് വരുന്നത്. ആദ്യമേ തന്നെ നമ്മൾ അതിൻ്റെ ബേസ് കണ്ട ഏറ്റവും ടോപ്പിൽ ആദ്യമേ തന്നെ വെച്ചിരിക്കുന്നു. അത് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങൾ എത്ര ഫിനിഷിംഗ് ലെവൽ കാര്യങ്ങൾ കിട്ടണം എന്നുള്ളത് അത് നമ്മുടെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ട് അതിന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഈ വയ്ക്കുന്ന ക്ലോസറ്റ് വയ്ക്കാറ് ഈ അച്ച് വെച്ചതിന് ശേഷം 4 ഇഞ്ച് പൈപ്പ് അതിലേക്ക് ഉറപ്പിക്കുക. അതിനുശേഷം 1.25 ഇഞ്ച് പൈപ്പ് അതിലേക്ക് ഉറപ്പിക്കുക. പിന്നെ ബോൾട്ടിൻ്റെ കാണാൻ ഈ സൈഡിൽ കാണുന്നുണ്ട്. ഇവിടെയാണ് 1.25 ഇഞ്ച് വരുന്നത്. 1.25 ഇഞ്ച് പൈപ്പ് ഇതിൻ്റെ ബാക്കിലൂടെ വരുന്നു. 4 ഇഞ്ച് പൈപ്പ് ഇവിടെയാണ് വരുന്നത്. ഇത് രണ്ടും തമ്മിൽ കറക്റ്റ് ആ ഹോളിലേക്ക്, ആ സ്ക്വയർ ഹോളിലേക്ക് കയറ്റിയിട്ട് ഓക്കെ. ഇത് നമ്മൾ നമ്മുടെ ബോൾട്ട് സെറ്റ് വരുന്നത്, ആങ്കർ ബോൾട്ട് വരുന്ന ഏരിയ ആണ്. കണ്ടോ ഈ ലെവൽ കണ്ടോ, ഇതാണ് അതിൻ്റെ സെൻറ്റർ വരുന്നത്. ആ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടതിന് ശേഷം ഇത് നമ്മൾ എവിടെയാണോ ക്ലോസറ്റ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഏരിയയിൽ ജസ്റ്റ് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക. അതിനുശേഷം 2 പൈപ്പുകൾ അതിലേക്ക് സെറ്റ് ചെയ്തിട്ട് പരിക്കും വെച്ച് ടൈറ്റ് ചെയ്യുക. പരിക്കും വെച്ച് ടൈറ്റ് ചെയ്ത് ഒരു കാരണവശാലും പിന്നീട് അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് പോകില്ല. കണ്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ ഈ അച്ച് ഈ പറഞ്ഞ പോലെ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് ഫിനിഷിംഗ് ലെവൽ ഞാൻ ജസ്റ്റ് പറയാം, വേറെ ഒന്നുമില്ല. നമുക്ക് ക്ലോസറ്റിൻ്റെ ബേസ്മെൻറ്റ് അളവ് വരുന്നത് 16 ഇഞ്ചായിരിക്കണം നമുക്ക് ഏറ്റവും ടോപ്പ് വരേണ്ടത്. അതായത് ഫിനിഷിംഗ് ലെവൽ ക്ലോസറ്റിൻ്റെ ഏറ്റവും ടോപ്പ് വരേണ്ടത് ഫിനിഷിംഗ് ലെവലിൽ നിന്നും ഫ്ലോർ ലെവലിൽ നിന്നും ടൈൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് 16 ഇഞ്ചാണ് ഏറ്റവും മുകളിൽ വരേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫ്ലോർ ലെവൽ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ വെച്ചതിന് ശേഷം ഈ അച്ച് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ പറയുന്ന കറക്റ്റ് പൈപ്പ് കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് പൈപ്പ് കറക്റ്റായിട്ട് പരിക്കൻ വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഈ പ്രശ്നങ്ങൾ കാര്യങ്ങൾ സോൾവ് ആവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മെയിൻ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പറയുന്ന ഫ്ലഷ് വാൽവ് ആണെങ്കിലും അല്ല കാര്യങ്ങളാണെങ്കിലും നമ്മൾ കറക്റ്റ് അവസാനം നമ്മൾ സെറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ലീക്ക് കാര്യങ്ങൾ വരുന്നതിൻ്റെ മെയിൻ കാരണം ഈ 1.25 ഇഞ്ച് പൈപ്പും ഈ 4 ഇഞ്ച് പൈപ്പിനും ചിലപ്പോൾ മെഷർമെൻറ്റ് വ്യത്യാസപ്പെടും. ഒന്നല്ലെങ്കിൽ കുറച്ച് ഹൈറ്റിലേക്ക് 4 ഇഞ്ചും 1.25 ഇഞ്ച് കുറച്ച് ഹൈറ്റിലേക്ക് താഴേക്കോ കയറി വരാം, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് പോകും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ക്ലോസറ്റ് ഭിത്തിയിൽ ഉറപ്പിക്കുന്ന സമയത്ത് ആ ലെവലിലാണ് പൈപ്പ് കയറ്റുമ്പോൾ പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് തരുമെങ്കിലും പക്ഷേ അവിടെ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ കൺസീൽഡ് ഫ്ലഷ് സെറ്റ് ചെയ്യുന്ന ഫ്രെയിം പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ക്ലോസറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൈകാര്യം ചെയ്ത് ഓക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ട് തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.